വയനാട്ടിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഭൂമി കിട്ടുക എന്ന വലിയ ടാസ്ക്കാണ് കോൺഗ്രസ് ആദ്യം ഫേസ് ചെയ്തത്. 4 പഞ്ചായത്തുകളിലായി മൂപ്പനാട്, വൈത്തിരി, മേപ്പാടി, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലായി 500-ലധികം സ്ഥലങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയി നോക്കിയത്. ഭൂമിയുടെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് 8 ഏക്കർ സ്ഥലം ഒരുമിച്ച് കിട്ടാത്തത്. അവിടെയാണ് ഞങ്ങൾ 3 ഏക്കറയും 3 ഏക്കറയുമായി ഇനി 2 ഏക്കർ സ്ഥലം കൂടി കിട്ടണം. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവിനെ, ടാസ്കിനെ വില കുറച്ച് കാണിക്കുന്നതിലുള്ള പ്രയാസം ഞാൻ ആദ്യമേ പങ്കുവെക്കുന്നു. പ്രതിഷേധം കൂടി ഞാൻ പങ്കുവെക്കുന്നു. രണ്ടാമത്തെ കാര്യം, നിഷാദ്, ഇന്ന് മാർച്ച് മാസം 30 ഇന്ന് കേരളത്തിലെ ഏകദേശം എല്ലാ പഞ്ചായത്തുകൾക്ക് മുന്നിലും ഭിന്നശേഷിക്കാർ, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സമരമാണ്. 25-ാം തീയതിയായിരുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബില്ല് കൊടുക്കേണ്ട അവസാനത്തെ ദിവസം. കഴിഞ്ഞ 4 ദിവസമായി ട്രഷറിക്കകത്ത് പണമില്ലാത്തത് കൊണ്ട് പഞ്ചായത്തിൻ്റെ 3-ാം ഗഡു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3-ാം ഗഡു കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. 5 ലക്ഷം കോടിയിലേക്ക് കടബാധ്യത ഉയർന്നിട്ടും ദൈനംദിന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഗവൺമെന്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, കൊട്ടിഘോഷിച്ച വികസന പദ്ധതികളിൽ എവിടെയാണ് വികസന പദ്ധതികൾ ഉണ്ടായിട്ടുള്ളത്? 5 വർഷക്കാലം കൊണ്ട് UDF കൊടുത്ത വീടും 10 വർഷക്കാലം കൊണ്ട് LDF കൊടുത്ത ഭവന പദ്ധതികളും താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ മുന്നിലാണ് അന്ന് UDF കൊടുത്തത്. ജനങ്ങളുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തത്. കാർഷിക മേഖല, തകർന്നടിഞ്ഞ കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങ് കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. മൂന്നാമത്തത്, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന, ഇവിടെ ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോലും സപ്ലൈകോയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ബാങ്കുകളുടെ യോഗം വിളിച്ചിട്ട് സഹകരണ ബാങ്കുകൾ ഞങ്ങൾ ഗവൺമെന്റിന് പണം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഓൺലൈനിൽ നിന്ന് ഇറങ്ങിപ്പോയ വാർത്തയാണ്. വിപണിയിൽ ഇടപെടാൻ കഴിയാത്ത ഗവൺമെന്റ്, വിദ്യാഭ്യാസ രംഗത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗവൺമെന്റ്, നമ്മളൊക്കെ പറഞ്ഞതുപോലെ കേരളം എന്നതിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കും എന്നൊക്കെ പറഞ്ഞു എത്തിയിട്ടില്ല. കൊലപാതകവും റോഡിന്റെ മുകളിലായ തകർന്നു പോയ ആഭ്യന്തര സംവിധാനം, കൊലക്കേസ് പ്രതികൾക്ക് മദ്യം വിളമ്പുന്ന പോലീസ്, കേരളത്തിലെ ആഭ്യന്തര രംഗം തകർച്ചയിലായ ഒരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല. അഞ്ചാമത്തത് ആഭ്യന്തരം. 10 വർഷക്കാലം മുമ്പ് മറന്നുവെച്ച കത്രിക 5 വർഷം കഴിഞ്ഞ് എടുത്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം പോയി. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ആരോഗ്യരംഗത്തിന് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ അടുത്തത്, വയോജനങ്ങൾക്കോ യുവാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ സ്ത്രീകൾക്കോ സഹായകരമാകുന്ന ഒരു പ്രോജക്റ്റ് ഈ ഗവൺമെന്റിന് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. ടൂറിസം കേരളത്തെ പറുദീസയാക്കും എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റിന് ടൂറിസം രംഗത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ